അപ്പപ്പാ ഫിഗർ എല്ലാം അടിപൊളിയാ. അപ്പാ എല്ലാം ഒത്തുവന്ന ഫിഗർ നിന്റെ അടുത്ത് വരും. അതൊക്കെ നീ പറയും. എനിക്ക് ഏജ് ഓവർ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു. നോക്കടാ, ഒരു ഫിഗർ എന്റെ അടുത്തേക്ക് വരുന്നു. എനിക്ക് അത്ര അത്യാവശ്യം തന്നെ. നിങ്ങൾ ഇങ്ങോട്ട് പണി നോക്കൂ. ചെല്ല്, പോ. 1 മിനിറ്റ്. എന്റെ പേര് കാമേഷ്. കാമിനി. കോമ്പിനേഷൻ അടിപൊളി. പേഴ്സ് ഉണ്ട്, പേഴ്സിൽ ഒത്തിരി കാശുണ്ട്, ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്. പേഴ്സ് മാത്രം വീട്ടില. ഇപ്പൊ എന്താ കയ്യിലുള്ളത്? റേഷൻ കാർഡ്. അപ്പൊ നിങ്ങൾ വരേണ്ട സ്ഥലം ഇതല്ല, റേഷൻ കടയില. റേഷൻ കാർഡ് വെച്ച് എന്തൊരു നാക്കപ്പോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഹലോ, കണ്ണൊന്നും കാണത്തില്ലേ? തട്ടിട്ടേ ചോപോന്ന്. എന്ത് കാണുന്നില്ലെന്ന്? നിന്റെ കണ്ണിന് നല്ല ഭംഗിയാണ്. ദൈവം തന്ന കണ്ണാ. വിട്ടേര്. എന്നാ ഞാൻ എനിക്കൊരു കാര്യം അറിയോ? ഇനി എന്താ? നിന്നെ കാണാൻ നല്ല ഭംഗിയും പോലെ കുമാര. സത്യമായിട്ട് പറഞ്ഞാടാ, ഞാൻ സുന്ദരനായത് കൊണ്ടാണല്ലോ എന്നെ ഇങ്ങനെ വീണ്ടും നീ എന്റെ കൂടെ പോരുന്ന. ഇപ്പൊ കാര്യം മനസ്സിലായി മോനെ. മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യും, ചെന്ന് 2 വടി എടുത്തിട്ട് വാ, നമുക്ക് തട്ടിക്കളിക്കാൻ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പാർട്ടി എന്റെ വക. എല്ലാവരും വയറ് നിറച്ച് കുടിച്ച് എൻജോയ് ചെയ്യ്. എന്തെങ്കിലും കോളടിച്ചാ? യെസ്, ലൈഫിലെ മെമ്മറബിൾ അച്ചീവ്മെന്റ്. ഞാൻ അച്ഛനാവാൻ പോകുന്നു. താങ്ക് യു. വെരി ഗുഡ്. താങ്ക് യു. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ഹലോ ബോസ്, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായുള്ളൂ. ഭയങ്കര സ്പീഡാണല്ലോ. എല്ലാവരും ശ്രദ്ധിക്കൂ, ഞാൻ അത്രയ്ക്ക് പഴഞ്ചനല്ല. 2 പേർ പരസ്പരം അടുക്കുമ്പോ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കുന്നത് അത്രയും നല്ലത്. എന്നാൽ ഈ ഇടയ്ക്ക് നമ്മളെപ്പോലുള്ള കല്യാണം കഴിക്കുമ്പോ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ പ്രധാന പ്രശ്നം അവരുടെ പാർട്ട്നേഴ്സിന്റെ ഭാഗത്ത് വയ്ക്കണം. ഇത് കൂടാതെ നമ്മൾ പരസ്പരം മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് എടുക്കണം. ഇവരെക്കാൾ നല്ലത് എന്നെ പോലെ പോളിസി എടുത്താൽ വളരെ നല്ലതല്ലേ? അതായത് നമ്മുടെ ഭാര്യമാർക്ക് പിള്ളേരെ വളർത്തുക എന്ന ബാധ്യത കൊടുത്താൽ നമ്മൾ ഉടനെ പോളിസി കൊടുക്കാൻ പറ്റും. അതായത് നീ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തർ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നത് മണ്ടത്തരമാണെന്നാണോ? മണ്ടത്തരെന്ന് ആരും പറയില്ല, കാര്യത്തിന് കൊള്ളാത്തവനെന്ന് പറയും. എന്റെ ഉദ്ദേശം പെർഫെക്റ്റ് ആണ്. നിന്നെ വിശ്വസിച്ച് വന്ന പെണ്ണിന്റെ ഇഷ്ടാനിഷ്ടം മനസ്സിലാക്കാതെ ദാമ്പത്യത്തിന്റെ പേരും പറഞ്ഞ് പെട്ടെന്ന് പ്രഗ്നന്റാക്കി വീട്ടിലാക്കിയിട്ട് ഇഷ്ടം പോലെ പാർട്ടി നടത്തുന്ന നിന്നെ പോലുള്ള ഭോഷന്മാരെ മൃഗം എന്ന് പറയും. എന്തിനാ ആശാൻ ഇത്രയും കോപം? അബദ്ധത്തിൽ നിന്റെ ഭാര്യ നിന്നോട് ഇതുപോലെ എങ്ങനെ ചോദിച്ചോ? ഞാൻ വെറുതെ ഇരിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോന്ന്. രാജു, stop it. രാജു, let's go. രാജു, എന്നെ ശരിക്കും അവൻ അറിയില്ല. നീ പറഞ്ഞോണ്ടാ ഇപ്പൊ ഞാൻ അവനെ വിട്ടത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. പോട്ടെ രാജു, അയാളുടെ അഭിപ്രായം പറഞ്ഞല്ലേ ഉള്ളൂ. എന്താടി നീ എന്തിനാ അയാളെ സപ്പോർട്ട് ചെയ്യുന്നത്? അവൻ പറഞ്ഞത് കറക്റ്റ് ആണോ? രാജു, അതല്ല ഉദ്ദേശിച്ചത്. Then what do you mean? അയാൾ പറഞ്ഞ പോലെ നമ്മൾ നടക്കണോ? ഓക്കെ, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് മൃഗങ്ങളെ പോലെ ജീവിക്കാം. എന്താ രാജു? കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞാൻ ഒരുപാട് സന്തോഷത്തിലാ. ഈ സന്തോഷം എനിക്ക് എന്നും ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളില്ലാതെ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. എന്താ മൈഥിലി, ഇത്ര ഇമോഷനായി ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഇനി മുതൽ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. ഓ ബൈ ദ വേ, ഒരു കാര്യം കൂടി, ഹോട്ടലിലെ ഡെലിഗേറ്റിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം. സോ ഓൺ ദ വേ ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ മുമ്പിൽ നിർത്തണം. ഓക്കെ? യെസ് മാഡം. You will get 50,000 pounds out of this deal. രാജു, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാ. ഈ അവസരം ഒരിക്കലും കൈവിടരുത്. ഓക്കെ? ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. Carry on. ഞാൻ ഫോൺ ചെയ്തിട്ട് വരാം.